PK ശശിയെ അവഗണിക്കാൻ തീരുമാനിച്ച CPIM പാലക്കാട് ജില്ലാ നേതൃത്വം UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയെ പ്രശംസിച്ച് ശശി പറഞ്ഞ കാര്യങ്ങൾ ജില്ലാ നേതൃത്വം പരിശോധിക്കേണ്ട കാര്യമില്ലെന്ന് സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശിയെ ചൊല്ലി കോൺഗ്രസിലും തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. നാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമർശിച്ചു. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി PK ശശി എത്തിയത് മുതലാണ് വിവാദം ആരംഭിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛകരമാണെന്ന് PK ശശി പറഞ്ഞിരുന്നു. CPIM-ഉം DYFI-യും നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് നിൽക്കുന്ന സമയത്താണ് PK ശശിയുടെ പ്രസ്താവന. ശശിയെ പൂർണ്ണമായും തള്ളുകയാണ് CPIM ജില്ലാ നേതൃത്വം. മണ്ണാർക്കാട് നഗരസഭ പരിപൂർണമായും അഴിമതിയിലാണെന്നതാണ് CPIM-ന്റെ നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. 42,222 പാർട്ടി മെമ്പർമാർ ജില്ലയിലുണ്ടെന്നും അതിലാരെങ്കിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി പറഞ്ഞാൽ ഘടകം പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറിയുടെ പരിഹാസം. 42,222 പാർട്ടി മെമ്പർമാർ പല രൂപത്തിൽ പല കാര്യങ്ങളിൽ ഇടപെടും. അതിൻ്റെ ശരിയും തെറ്റും ആ ഘടകം പരിശോധിക്കും. ഏത് ഘടകത്തിലാണോ ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൻ്റെ പ്രവർത്തന അകത്ത് നിന്നുകൊണ്ടാണ് അത് പരിശോധിക്കുക. അതിനൊന്നും ജില്ലാ നേതൃത്വം മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. CPIM സംഘടന നടപടിയെടുത്ത PK ശശി നിലവിൽ നായാടിക്കുന്ന് ബ്രാഞ്ചിലാണ്. ശശിയെ സ്വാഗതം ചെയ്തതിൽ കോൺഗ്രസിനുള്ളിലും എതിർപ്പ് രൂപപ്പെട്ടു കഴിഞ്ഞു. നാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ VP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചു. ദുൽകിഫിൽ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും യൂത്ത് കോൺഗ്രസ് വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടല്ലത്. VK ശ്രീകണ്ഠൻ നേരത്തെ തന്നെ PK ശശിക്ക് കോൺഗ്രസിലേക്ക് വരുന്നതിൽ അയോഗ്യതയില്ലെന്ന് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ശശിയെ ചൊല്ലി കോൺഗ്രസിലും തർക്കമുടലെടുത്തത്. ന്യൂസ് മലയാളം, പാലക്കാട്.